പക്ഷേ പുള്ളി നിൽക്കുന്ന ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ വേണ്ട ഇങ്ങോ. അപ്പൊ ഇന്നലെ രാവിലെ എൻ്റെ സ്മെല്ല് വരണ്ടല്ലേ? സ്മെല്ല് അങ്ങനെ വന്നില്ല. കാരണം ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്, പിന്നെ അതുപോലെ വെയിലടിച്ച് ഉണങ്ങുന്നുണ്ട്. ഒന്ന് നിൽക്കൂ. ഈ വീഡിയോ പോകുന്ന വഴി ഒരുപക്ഷെ നിങ്ങൾക്ക് പഥ്യമല്ലാത്തതാകാം, ഇഷ്ടമല്ലാത്തത്. താല്പര്യമില്ലെങ്കിൽ കൂടെ വരണ്ട. കാരണം ഇതൊരു മടുപ്പിക്കുന്ന യാത്രയാണ്. ജീവിതത്തിനും മരണത്തിനും നടുവിലൊരു ജീവൻ പിടഞ്ഞ ആ ഒരു പകൽ നമ്മൾ മറന്നിട്ടില്ല. അന്ന് പ്രതി കാട്ടിലേക്ക് ഓടി മറയുന്നത് കണ്ടവരുണ്ട്. പുള്ളികളുള്ള വെള്ള ഷർട്ടും ഇരുണ്ട നിറത്തിലുള്ള ഒരു കൈലിയുമാണ് വേഷം. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ഒരു വെള്ള ഷാളുണ്ട്. ഒരു പുരുഷൻ, ഒരു ഗൃഹനാഥൻ, കൊലയാളിയായി ഒടുവിൽ കാട്ടിൽ കയറി ജീവനൊടുക്കും വരെയുള്ള എണ്ണപ്പെട്ട നിമിഷങ്ങൾ. ആ മാനസിക പ്രക്ഷുബ്ധത, മാനസിക വ്യാപാരങ്ങൾ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യ, തൻ്റെ മക്കൾക്ക് ജന്മം നൽകിയവൾ, അവളെ കൊന്ന് ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നാട്ടുകാർ പറയുന്ന കുറേയധികം ഉത്തരങ്ങളുണ്ട്. അപ്പോൾ അന്ന് സംഭവം നടന്ന ദിവസം അദ്ദേഹം ഈ സ്ഥലം ഇവിടെ മറ്റേ അപായത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. ഇലക്ട്രിക് അങ്ങ് ദൂരെ അക്കരെ ഒരു വീട് കാണുന്നുണ്ടോ നിങ്ങൾ? ആ വീട്ടിലാണ് ഈ ദുരന്തം നടന്നത്. ഇതുവഴിയാണ് കാട്ടിലേക്ക് ഓടിക്കയറിയത്. ഈ വാഴത്തോട്ടത്തിലൂടെ അയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും വീട്ടിൽ നിന്നുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന ആർത്തനാദവും കൂട്ടനിലവിളിയും അയാൾ കേട്ടിട്ടുണ്ടാവണം. അന്ന് ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വന്നത് അവർ ഒരുമിച്ച് ഓട്ടോയിൽ. പോയ വഴിക്കും തിരിച്ചും പുകഞ്ഞെരിഞ്ഞ വലിയൊരു അഗ്നിപർവ്വതം ആ കുടുംബത്തെ എരിച്ച് ചാമ്പലാക്കുന്നു എന്ന് ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ? അതിന് കാരണമെന്താണ്? അന്ന് പോലീസ് നായയും ആൾക്കാരുമൊക്കെ ഈ ഭാഗത്ത്, ഈ കാട്ടിലൂടെ കുറേ അധികം ദൂരം അകത്തേക്ക് നടന്നു പോയതാണ്. അയാളും ഒരുപക്ഷെ ആ സമയത്ത് ഇതുവഴി ഏതോ ഒരു വഴി തിരഞ്ഞെടുത്ത് ഓടിക്കയറിയിട്ടുണ്ടാവും. ഇന്ന് ഈ വനം വളരെ വിജനമാണ്. കുറച്ച് നേരം മുമ്പ് വരെ ഇവിടെ വലിയ ആൾക്കൂട്ടമായിരുന്നു. ഇതുവഴിയായിരുന്നു അയാളുടെ ഡെഡ് ബോഡിയെ ചുമന്ന് പുറത്തെത്തിച്ചത്. ഏകദേശം 4 ദിവസത്തോളം പഴക്കമുള്ള അഴുകിയ നിലയിലായിരുന്നു. പിള്ളേർ ഇവിടെയൊക്കെ ഇപ്പം ഇദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കിപ്പം ആ സ്ഥലത്തെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ പിള്ളേരിത് എങ്ങനെ ഈ സ്ഥലമൊക്കെ ചിന്തിച്ചത്? സ്ഥലം ചിന്തിക്കാൻ കാര്യം അതുവഴി കയറുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉള്ളവർ ഈ ഭാഗങ്ങളൊക്കെ നടക്കാൻ കൂടി ഇങ്ങോട്ട് നടക്കുന്നതാണ്. നടക്കുമല്ലോ ഇതുവഴിയൊക്കെ പോകും ആൾക്കാർ. ഞാൻ പിന്നെ ഇത്രയും കാടുകളൊക്കെ നമ്മൾ വെട്ടി. ഇത് ആനയുടെ അല്ല, ഇത് ഇവിടെ പുല്ല് അറുത്ത് കൊണ്ടുവരണേ, റിസോർട്ടിന് വേണ്ടി കൊടുക്കാനേ. ഓക്കെ ഓക്കെ. ഫോറസ്റ്റിൽ നിന്ന് അനുമതി കിട്ടി പുല്ല് അറുത്ത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ മഴ ചെയ്ത് കണ്ണിലായി പോയതാണ്. രാജവെമ്പാലൊക്കെ ഉണ്ടോ? പിന്നെ അത് ഇവിടെ ഇടയ്ക്ക് ഫോറസ്റ്റുകാർ വന്ന് നാട്ടിലിറങ്ങുന്നതിനൊക്കെ പിടിച്ച് കാട്ടിൽ കയറ്റി വിടുന്നുണ്ട്. അല്ല, ഇങ്ങനത് ചിന്തിക്കാൻ കഴിയില്ല. നോക്കൂ, ഇത് എത്ര ഇതായിട്ട് കിടക്കുന്നു നോക്കൂ. ഇവിടെ പറയാൻ കാര്യം ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ രാവിലെയും വീട്ടിൽ ഇതുവഴി നടക്കുമ്പോഴേ ഇതിനകത്ത് നോക്കുന്ന പറഞ്ഞു ഇങ്ങനെ കയറി വന്നത് പിന്നീട്. കാരണം ഈ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഞാൻ രാവിലെ വൈകിട്ടല്ലേ ഇവിടെ കണക്കും. പക്ഷേ ഞാൻ ഇതിന് ഈ പുള്ളി നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തോടെ പോകുന്നത്. ആണോ? പക്ഷെ അന്ന് കണ്ടില്ല. ഞാൻ ഇന്നലെയും പോയി, ഇന്നലെ രാവിലെയും ഞാൻ പോയി. അപ്പൊ ഇന്നലെ രാവിലെ എൻ്റെ സ്മെല്ല് വരണ്ടല്ലേ? സ്മെല്ല് അങ്ങനെ വന്നില്ല. കാരണം ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്, പിന്നെ അതുപോലെ വെയിലടിച്ച് ഉണങ്ങുന്നുണ്ട്. വീണ്ടും ഇതുപോലെ കുറേ കഴിയുമ്പോൾ മഴ ചാറുന്നു, വീണ്ടും ഉണങ്ങുന്നു. അങ്ങനെ വരുന്നത് കൊണ്ട് എൻ്റെ സ്മെല്ല് വലുതായിട്ട് വരുന്നില്ല. ഇവിടെ വന്യമൃഗങ്ങൾ അതൊക്കെ ഉള്ളതാ? ഇവിടെ ആനയും കടുവയും എല്ലാം ഉള്ളതാ. കടുവയുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ പിറകെ വന്നോളൂ, എൻ്റെ പിറകെ വന്നോളൂ. ഓക്കെ, പേടിക്കണ്ട. അമ്മ കൊണ്ടല്ലോ. അതെ, എൻ്റെ പിറകെ വന്നോളൂ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, എൻ്റെ പിറകെ വന്നോളൂ എന്ന് പറഞ്ഞാല് കൊണ്ടുപോണി എന്നെ കൊണ്ടുപോട്ടെ. ഞാനേ നോക്കാൻ വന്നോണ്ട് പിന്നെ രാവിലെ വന്നിട്ട് ഞാൻ ഇതുവഴി കയറി വന്നു. ഈ കാട്ടിൽ കൂടെ അതുവഴി വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെയൊക്കെ നോക്കി ഇതുവഴി ഞാൻ കയറി വന്നായിരുന്നു. പക്ഷേ പുള്ളി നിൽക്കുന്ന ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ വേണ്ട ഇങ്ങോ. നമ്മൾ എത്തി, സ്പോട്ട് എത്തി. എന്നാണ്ട് ഇതുവഴി പോലും കയറി വന്നു. ഇതുവഴി പോലും കയറി വന്നിട്ടാണ് ഇങ്ങനെ ശരി. മരത്തിലാണ് പറഞ്ഞത്. എന്തിനാ ഇവിടെ ഇതുവഴി വരണം നിങ്ങൾ ഈ കാട്ടിൽ കൂടെ? ഈ കാട്ടിൽ കൂടെ വരുന്ന ഇവിടെ
ഈ ഇയാളിങ്ങനെ കയറി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ. അവര് നോക്കാൻ കയറുന്നുണ്ടെന്നോ. എവിടേക്ക് ഇങ്ങനെ ഇന്നലെ എടുത്ത് കിടത്തിയതോ വല്ലതായിരിക്കും. പുള്ളി നിന്നാ ഈ മരത്തിലാണ് തൂങ്ങിയത്. ഈ കമ്പിലാണ് തൂങ്ങി കിടന്നത്. ഇത് ചെറിയൊരു കമ്പല്ലേ? ഇതല്ല ഇതാ ധാരാളം അഗർബത്തീസ് കത്തിച്ചു വെച്ച്. അപ്പൊ പോലീസ് കാവലുണ്ടായിരുന്നു അല്പനേരം? കുറച്ചു നേരം ഉണ്ടായിരുന്നു. മുടി അടിക്കുന്നത് അതിലാണ് തോന്നിയത്. ഇവിടെ പിച്ചാത്തി ഇന്നലെ കട്ട് ചെയ്ത പിച്ചാത്തി. അപ്പൊ ഈ ചരട് ഇവിടെ നിന്ന് കിട്ടിയാക്കി ചരട് അവർക്ക് കെട്ടാൻ വേണ്ടി ഓടി സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഈ കത്തി അവര് കൊണ്ടുവന്നതല്ലേ? അവര് ഇന്നലെ ഇത് അഴിക്കാൻ വേണ്ടിയാ. എടുക്കാൻ മറന്നുപോയി. അത് ഈ പരിസരത്തെ ഏതോ വീട്ടിൽ നിന്ന് മേടിച്ചതാവും. അത് വീട്ടിൽ പിള്ളേരുടെ ഷാൾ എടുത്തോണ്ട് വന്നതാണ്. തുണി ഉടുപ്പ് ധരിച്ചിരുന്ന. അപ്പൊ ഇതൊന്നും റിക്കവർ ചെയ്തില്ല കേട്ടാ. എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അവർ എടുക്കും. ഇതിലായിരുന്നു. അപ്പൊ ആ കൊമ്പില് ഈ കൊമ്പിലാണ് കെട്ടിയിരുന്നത്. ഈ കൊമ്പിലാണ് ഇതിലല്ലേ? ആ കൊമ്പിലാണ് കെട്ടിയത്. അതില് എന്നിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും താറയിലും ടച്ച് ചെയ്യാതെ അടുത്തടുത്ത് വന്നു. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പം ഈ കേറി കെട്ടി ചാടിയതാവാൻ വഴിയുണ്ടോ? ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. കാരണം കയറാൻ വഴിയുണ്ടല്ലോ. ഇതിൽ പിടിച്ച് കയറാം. കയറിയിട്ടുണ്ട്. ഇങ്ങനെ കയറിയേക്കുന്നത് അതിൽ പിടിച്ച് പുള്ളിക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിൽ ഇവിടെ കെട്ടാൻ. അവിടെ കയറിയിരുന്നാലും നിന്ന് കെട്ടാൻ പറ്റുമല്ലോ. അത് കെട്ടിക്കൊണ്ട് തുണികളെ കൊണ്ടുപോകണമെന്നില്ലേ? അതെ അതെ. പ്രതീക്ഷിച്ചെന്നറിയാം, ഈ മരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഈ ലൊക്കാലിൽ അങ്ങനെ ആരും കയറി വരത്തില്ല. ഇത്രയും ഭാഗത്ത് കാട് കിടക്കുന്നതുകൊണ്ട് അതിൽ കയറാൻ പാകം. അതൊരു മഴ പെയ്തുകൊണ്ട് അവിടെ തെറ്റലുണ്ട്. അതിന് മൂടി വെച്ച് പെരുക്കം ഉള്ളതുകൊണ്ട് തെറ്റും. അതുകൊണ്ട് പുള്ളി അതിൽ കയറിയില്ല. പുള്ളി വിചാരിച്ചത് വഴി വരുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. ഇതൊരു വഴിയാണ്, അവിടെ നിന്ന് വരുന്നൊരു വഴിയാണ്. അത് ഈ വഴി ഇങ്ങനെ കയറിയ ആൾക്കാർ വിറക് തോലൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോകുന്നൊരു വഴിയാണ്. ഈ വഴി അയാൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അയാൾക്ക് അറിയാമായിരിക്കും, കാരണം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏതോ സാഹചര്യത്തിൽ ഒരു കുടുംബം ഈ രൂപത്തിൽ അവസാനിച്ചത് ഇവിടെയാണ്. കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാര്യാഭർത്തൃ ബന്ധം, അതാണല്ലോ അവർ തുടങ്ങിയത്. 14-ാമത്തെ വയസ്സിലൊരു പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട്, അതും സഹോദരിയായിട്ടുള്ള. മുട്ടില്ല, ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. ടച്ചാവുന്ന ഇങ്ങനെ നിൽക്കുന്നത്. കാലൊക്കെ നല്ല മുറിവുണ്ട് കേട്ടോ. അടിഭാഗം മുറിവുണ്ടെന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിച്ച് വന്നതാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞ് ഓടിയാണ് വരുന്നത്. കുറേ പോലീസുണ്ടോ നാട്ടുകാരുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ആൾക്കാർ പോലീസൊക്കെ തിരക്കി ഇവിടെ വന്നതിന് ശേഷം പോലീസ് തിരിച്ച് അവിടെ പോയി കഴിഞ്ഞിട്ടാണ് വീണ്ടും അവരെ തിരക്കി അവിടെ കയറുന്നത്. അപ്പോൾ അതിനകത്ത് കയറിയെന്ന് പറഞ്ഞു. അടിഭാഗത്ത് മുറിവ് എവിടെയാ പറഞ്ഞേ? പാദത്തില്. അത് കുറ്റികളും കമ്പുകളും. ഇപ്പം ഞാൻ തന്നെ ഇതിനകത്ത് പേടിച്ച് ആനയെ കണ്ട് ഓടിയാൽ തന്നെ ഞാനൊന്നും നോക്കാറില്ല. ഇതിനകത്തൂടെ ചാടി എങ്ങനെ ആന ഈ ഭാഗത്ത് നിൽക്കുവാണ്, ഇവിടെയൊക്കെ നിൽക്കുന്ന അടുത്ത് നിൽക്കുവാണെങ്കിൽ ഞാൻ ചാടിയെ ഓടാൻ പറ്റും. അപ്പം ഞാൻ കുറ്റിയും കമ്പും കല്ലും ഒന്നും നോക്കത്തില്ല, മുള്ളോ ഒന്നും നോക്കത്തില്ല. അപ്പം അങ്ങനെ വരുന്നത് മുറിവുകളാണ്. ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലം തന്നെയാണല്ലേ? അപ്പൊ നമ്മള് വീട്ടിന്റെ ഭാഗത്തൊക്കെ വരുമോ? നമ്മുടെ വീട്ടിൽ ഞാൻ ആ കാട് വെട്ടിയിട്ടേക്കുന്ന ഭാഗത്ത് അതിൽ കൂടെ പോകും. ചേട്ടാ പോവാം, ബാ, വെയിറ്റ് ചെയ്യണ്ട. ഒന്നാമത് പേടിക്കണല്ല, സ്മെല്ലും ആ ഏരിയക്ക് അങ്ങനെ ഒരു ആ വായുവേ അഴുകിയ ബോഡി ആയിരുന്നല്ലോ. ഇവിടെ ഈ അടുത്ത പരിസരത്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം. കാരണം പിള്ളേരൊക്കെ കയറി വന്നാലും പെണ്ണുങ്ങൾ കയറി വന്നാലും അവർക്ക് പേടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ കയറി വന്ന് നോക്കും. ഈ ഫോണ് പല കുടുംബങ്ങളിലും വില്ലൻ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഫോണാണ് ഏറ്റവും വില്ലൻ. ഫോണാണ് വില്ലൻ ഇപ്പോഴത്തെ ഒരുപാട് ഇപ്പൊ നടന്ന തലമുറയുടെ ഏറ്റവും കൂടുതൽ വില്ലനാണ് ഫോൺ, മൊബൈൽ ഫോൺ. എല്ലാ വീടുകളിലും അതാണ്. ഞാൻ എന്നോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ്. കാരണം കുടുംബ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നു ഫോൺ കയ്യിലിരിക്കുമ്പോൾ. കുടുംബം എന്നുള്ള ശ്രദ്ധകളില്ലല്ലോ. വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ആ ഒരു ചിന്തയില്ലല്ലോ. അവർക്ക് ഫോണായിട്ടുള്ളൊരു മൈൻഡാണ്. ജസ്റ്റ് ഒരു കാര്യത്തിൽ വിളിച്ചാൽ പോലും അവർ ഓടി ചെയ്തിട്ട് അപ്പോഴേ ഫോണിലോട്ട് കയറുക. വേറെ ഒന്നിനും സമയമില്ല. കുളിക്കാറുണ്ടോ? കുളിക്കാനുള്ള ആ ആഹാരം എടുത്തു വെച്ചാൽ കഴിക്കാറുണ്ടോ? കഴിക്കാൻ സമയമില്ല. അഥവാ കഴിച്ചാലും ഒരു കയ്യിൽ ഫോൺ ഉപയോഗിക്കാൻ. അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട. തലമുറകളിലൂടെ ഈ ടീനേജ് കടന്നു വന്നവർ തന്നെയാണ് എല്ലാവരും. പക്ഷേ ഇത്രയധികം ഈ കൊറോണയ്ക്ക് ശേഷം വന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം ചില്ലറയല്ലെന്നാണ് എല്ലാവരും പറയണത്.
ഇപ്പൊ ഇന്ന് ആ ചായക്കടയിൽ ഇന്ന് സംഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതോടെ പോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതുവഴി പോയി, ഇതുവഴി കയറി അവിടെ ചെന്ന് അതിൻ്റെ വന്നു. ഇതുവഴിയൊക്കെ എന്ത് വിശ്വാസത്തിലാണ് പോണേ? വല്ല പാമ്പോ? അതല്ല, നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ നമ്മളാണ് എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ, അവ എന്നെ നിപ്പുണ്ടോ, ഇതൊക്കെ നോക്കണ്ടേ. നമ്മുടെ ചുറ്റുവട്ടത്ത് വല്ലതും ആണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലെ കണ്ടുപിടിച്ചത് ആരാണ്? വേറെ പിള്ളേർ, അവന്റെ ഈ മരിച്ച ആളുടെ മോനും അവരുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരതുവഴി കയറി എന്നാ നോക്കിക്കളാൻ പറഞ്ഞു കയറി. ശരിക്കും ഏകദേശം ഇത്ര ദൂരം, അതായത് ഒരു 100-150 150 മീറ്ററൊക്കെ സ്മെല്ല് വരും. എന്താ മഴ ഇടയ്ക്ക് മഴയാറുന്നുണ്ട്. ഇയാൾ എങ്ങനെയായിരുന്നു? മുഖം തിരിച്ചറിയാൻ പറ്റിയോ? തുഴുവായല്ലേ? ലാർവ ആവും, കാരണം 3 ദിവസം കഴിഞ്ഞില്ലേ. പ്രത്യേകിച്ച് കണ്ണ്, കണ്ണും മൂക്കും വായൊക്കെ തുറന്നിരിക്കുമല്ലോ. അതെ. നാക്കൊക്കെ ചാടിയിട്ടുണ്ടോ? ചെറുതായിട്ട് ചാടി കടിച്ചു പിടിക്കുന്നതാണ്. എന്നാലും വാ തുറന്നിരിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഷാളെടുത്ത് വന്നു എന്ന് വേണം കരുതാൻ. ഉറപ്പായിട്ടും വേറെ ഒന്നും കയറിയിട്ടില്ലല്ലോ. പുള്ളി ഇതെല്ലാം കരുതി കൂട്ടിയുള്ള ഇതായിരുന്നു പറയാം. അവിടെ നിന്ന് ഇത് ചെയ്യാനായിട്ട് വന്നതാ. അവരെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ പോരുന്നു. കാരണം അവന് ഉറപ്പുണ്ടായിരുന്നു മരിക്കുന്നുള്ളൂ. അതെ, അതനുസരിച്ച് തന്നെ കിട്ടിയേക്കുന്നു. പ്രാർത്ഥനകളാണ്. കുത്ത് കഴുത്തില് 3, പിന്നെ വാരിയലിന്റെ ഭാഗത്ത് തെരുതര. അപ്പൊ പിന്നെ എന്തെങ്കിലും ആയിരിക്കാം അല്ലേ? പുള്ളി എന്തെങ്കിലും കാരണവശാൽ ചേട്ടായി വാ, ഇവിടെ കിടങ്ങെടുത്തിട്ടുണ്ടല്ലോ. ആനയൊക്കെ ഇപ്പുറത്ത് വരെ. ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ വന്നാലും ഇനിയിപ്പോ ഇതിനകത്ത് ഇറങ്ങുന്നില്ല, ഇതുവഴി കറങ്ങി ഇങ്ങനെ നടന്ന് ഇങ്ങനെ കറങ്ങി. അപ്പൊ നിങ്ങളുടെ ഇങ്ങോട്ടത് വരില്ല? ഈ പാലം കടന്ന് വരുമോ? പാലം കടന്നു വരത്തില്ല. ഈ പാലം നമ്മൾ താൽക്കാലികമായിട്ട് ഇട്ടതില്ല. പുലിയോ അങ്ങനെ വല്ലതാണെങ്കിൽ വരും. എന്തെങ്കിലും പുലിയോ കണ്ടിട്ടുണ്ടോ ഇവിടെ? പുലി കാട്ടിനകത്തുണ്ട്. നമ്മൾ കാട്ടിലൊക്കെ വെച്ച സാന്നിധ്യം ഉണ്ടല്ലേ? അതുപോലെ കരടിയുണ്ട്. പുലിയേക്കാൾ ഡേഞ്ചറാണ് കേട്ടോ ഈ കരടി എന്ന് പറഞ്ഞ ഐറ്റം. അതിന് മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ഥലം ഏതാണ്? ഈ സ്ഥലം ഏതാണ്? ഇതെന്തിനാ ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത്? ഇവിടെ ക്ലബ്ബ് അങ്ങനെ വല്ലതും ഉണ്ടോ? കൊച്ചുകുട്ടികളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് കളിക്കുക. അല്ല, ഇവിടെ ഊഞ്ഞാല് കെട്ടിക്കുന്നത്, അതുകൊണ്ട് അതിങ്ങനെ നമ്മളിങ്ങനെ ഓണമൊക്കെ പോലെ ഊഞ്ഞാലിട്ട് കൊടുത്ത പിള്ളേർക്ക്. നല്ല സ്ഥലമല്ലേ ഇവിടെ? നല്ല സ്ഥലം. പക്ഷെ എനിക്ക് ചെറിയ പേടിയുണ്ട് ഈ കാട്, വന്യമൃഗങ്ങളെ. അത് നാട്ടും പുറത്തേക്കുന്ന നമ്മൾ പിന്നെ കാട് വലിച്ച് ഇവിടെ കൊണ്ടിട്ടിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനെ പോകുന്ന തടം ഇത് എവിടേക്കാണ് പോകുന്നത്? എസ്റ്റേറ്റിൽ പോകുന്നതാണ്. റാക്കോട് എസ്റ്റേറ്റ്. റാക്കോട്. അത് 50 ഏക്കറിൽ വരുന്നതാണോ? അത് ഈ പണ്ടത്തെ എസ്റ്റേറ്റുകളിൽ പോക്കൊണ്ടിരുന്ന പറ്റില്ല. കാരണം ആൾക്കാരുടെ നിഗമനം. അത് കറക്റ്റും ആയിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഇതുവഴി ആ സ്ഥലത്തെത്താൻ കുറേ സമയം എടുത്തു. ഓ, ഇവിടെ അടുത്താണ് വീടല്ലേ? അത് ശരി, ഞാൻ നോക്കിട്ട്. കണ്ടോ? എൻ്റെ കൂടെ വണ്ടി എൻ്റെ കൂടെ വരും. ഓ, അതാണ് ആ കാണുന്നത്. നല്ല ആ വേറെ മുകളിൽ കിട്ടേക്കുന്നത്. ഓ, ആ വീടാണ്. അപ്പോൾ അതുവഴി ഏതുവഴിയാണ് വന്നെന്ന് പറയണേ? ഇതുവഴിയാ? മൊത്തം പൊളിക്കുക. ഇതുവഴി കയറും. ഇവിടെയുള്ള ആൾക്കാരാണ് കണ്ടിട്ടുള്ളതാവും, അല്ലെ കാട്ടിലോട്ട് കയറുന്ന. ഇതുവഴിയാണ് കയറിയത്. ഒരു സുന്ദരിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇതുവഴിയാണ് പോയത്.
ഇങ്ങനെ കയറാം. നമ്മളങ്ങ് പോകത്തില്ല. ഇതുവഴി ആൾക്കാർ ആറ്റിലേക്ക് പോകുന്ന കുളിക്കാനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ കണ്ട ആ ഒരു സ്ഥലം വരെ എത്ര കിലോമീറ്റർ വരും? അവിടെ കിലോമീറ്റർ ഒന്നും ഇല്ല. 1 കിലോമീറ്റർ വരത്തില്ലേ? 1 കിലോമീറ്റർ കാണത്തില്ല. ആ കാരണം ഇവിടെ നാട് ഇത് ഈ ഷോർട്ട് കട്ട് ഉണ്ട് ഇതുവഴി. ആ ഹാ ഹാ. അപ്പോൾ കുറച്ചും ഉള്ളിലേക്ക് പോയി ഇവിടെ നിന്ന്. ഓ, ഇത് അമ്പലത്തിന്റെ അടുത്താണ്. അവിടം വരെ ഉണ്ട്. ഓക്കെ. മേപ്പോട്ടാണ് ആൾക്കാർ മീൻ പിടുത്തങ്ങൾ. ഞാൻ ഇവരെ വീട്ടിൽ വന്ന് ഞാനത് ചോദിച്ചതാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങനെ ഒരു മീൻ പിടിച്ച് ഒരു കേസ് വന്നായിരുന്നു. ഇവിടെ എവിടെയെന്ന് അറിയത്തില്ല അത്. അതങ്ങ് ജംഗ്ഷനിലോട്ട് പോകുന്നിടത്താണ്. മരം വന്ന് നോക്കി വെച്ച് കാണുന്നു. അതിനൊരു സമയം കിട്ടിയില്ല ഏട്ടാ. അതിനകത്ത് ഈ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള സേഫ്റ്റിയുള്ള കൊച്ചു മരങ്ങൾ കുറവാണ്. ഇപ്പം ഇവിടെ കയറിയാലും പെട്ടെന്ന് ആൾക്കാർ കാണും. കാരണം പട്ടി വരെ മറ്റേതാകുമ്പോൾ സൗകര്യമാണ്. കൊച്ചു കൊച്ചു മരങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉള്ളു ഇവിടെ. പക്ഷെ ഷാള് കയ്യിലെടുത്തു ആള്. ആള് വീട്ടിൽ നിന്ന് കരുതി എടുത്തു. കാരണം പിന്നീട് വീട്ടിൽ പോയിട്ടില്ല. അത് കാരണം അവിടെ ആൾക്കാർ ഓടി വന്ന് ഇങ്ങോട്ടല്ലേ നോക്കും. അപ്പോൾ പിന്നെ തീരാനുള്ള സമയം ഉണ്ടോ? ഇല്ല. ഇവിടെ ആ ലെവലിൽ ഒരുപാട് മരങ്ങളുണ്ട്. ലെവലിലും മരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ പുറമെ വന്നാലും നമ്മളായാലും ഇതിലൊക്കെ ഒരു പരുവ് നിൽക്കുന്നതൊക്കെ നമ്മൾ വെട്ടിങ്ങെടുക്കും. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണമെന്നില്ല. ആ ഉമ്മറക്കൂണിൽ വലിച്ചെറിയപ്പെട്ട ഒരു പഴയ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിലെ ചില വരികൾ ഇങ്ങനെ വായിക്കാം. വലിയ തെറ്റുകളിലേക്കും കുടുംബകലഹത്തിലേക്കും പോകുമെന്നറിയാതെ വീട്ടിനുള്ളിൽ നിന്ന് ചിലർ തുടങ്ങുന്ന വിനോദങ്ങൾ, അത് ഒടുവിൽ പിടിച്ചാൽ കിട്ടാത്ത വിധം ജീവിതത്തെ മരണമെന്ന ദുരന്തക്കയത്തിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾക്കപ്പുറം മടുപ്പ് എന്താണ്? സ്നേഹപൂർവ്വം, സാഫ്രോൺ.